IAS പരീക്ഷയുടെ തലേന്നാണ് എനിക്ക് ഫ്ലൂ പിടിപെട്ടത്. അതുകൊണ്ട് എനിക്ക് IAS നേടാൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ തമാശയ്ക്ക് ശ്രീനിവാസൻ ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ. അതുപോലെയാണ് എൻ്റെ അവസ്ഥ. മുൻപ് ഞാൻ ഈ സിവിൽ സർവീസ് പരീക്ഷയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കൊല്ലം IASൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് അതിലൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. എത്ര ആൾക്ക് കിട്ടി, എന്താണ് കിട്ടിയത്, ഇനി ഞാൻ ട്രൈ ചെയ്യണോ, ലൈക്ക് എനിക്ക് ഇനിയും ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇനി ട്രൈ ചെയ്യണോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ചുമ്മാ തോന്നാറുണ്ട്. അപ്പോൾ ഇത്തവണത്തെ റിസൾട്ടുകൾ ഇങ്ങനെ പരിശോധിക്കുന്ന സമയത്താണ് മലബാറിൽ ഏറ്റവും കൂടുതൽ റിസൾട്ടുകൾ കിട്ടിയിട്ടുള്ളത് ആൽക്കമി IASനാണ്. ആൻഡ് ഫോർച്ചുനേറ്റ്ലി ഈ ആൽക്കമി IASൻ്റെ മാനേജിംഗ് ഡയറക്ടർ എൻ്റെ ഫ്രണ്ടായിട്ടുള്ള ക്രിസ്തുവാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കരുതി ഇത്തരത്തിലുള്ള ഒരു ചർച്ച, അതായത് എന്താണ് IAS പരീക്ഷ, എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഭയങ്കര ടഫായിട്ടുള്ള പരീക്ഷ ആവുന്നത്, എങ്ങനെയാണ് ഇത് ക്രാക്ക് ചെയ്യാൻ നമുക്കൊക്കെ ഒരു ഈസി ആയിട്ടുള്ള ഒരു പ്രൂവൺ മെത്തേഡ് എന്താണ്. അപ്പോൾ എങ്ങനെയായാലും നമുക്കറിയാലോ, വളരെ കുറച്ച് കുട്ടികളിൽ നിന്ന് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന സമയത്ത് അതിനൊരു സ്പെഷ്യൽ റെസിപ്പി ഉണ്ടാകും. അപ്പോൾ ആ റെസിപ്പിയൊക്കെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമുക്ക് ആ ഒരു ഫസ്റ്റ് ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. എന്തുകൊണ്ടാണ് ഈ IAS പരീക്ഷ ഇത്ര സംഭവമാകുന്നത്? അതായത് ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പരീക്ഷ എന്ന് പറയുന്നുണ്ട്, ജയിക്കാൻ പ്രയാസം എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും PSCനോടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ പഠിച്ച കാലത്തൊക്കെ എന്നോട് മാഷ്മാർ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു പ്രോബബിലിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ IAS ആണ് കിട്ടാൻ കുറച്ചും കൂടെ ചാൻസ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് പല 3 ലെവലുണ്ട്. ഇപ്പോൾ 3 ലെവലിലാണ് എന്നുണ്ടെങ്കിലും ഓരോ ലെവലും എലിമിനേഷൻ റൗണ്ടുകളായിട്ടൊക്കെ കാണാം. പക്ഷേ കുറച്ചും കൂടെ പ്രെഡിക്റ്റബിൾ ആണെന്ന് പറയാറുണ്ട്. സ്റ്റിൽ അത് ടഫാന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞിരുന്നു. ഏതൊരു കാര്യത്തിൻ്റെയും ടഫ്നെസ് എന്ന് പറയുന്നത് അത് എൻ്റെ പിറകിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. നമ്മളിപ്പം ഒരു സച്ചിൻ തെണ്ടുൽക്കറിനോട് പോയിട്ട് പാട്ട് പാടാൻ പറഞ്ഞാൽ അത് ചിലപ്പോൾ ടഫായിട്ടിരിക്കും. അതേസമയത്ത് യേശുദാസിനോട് പോയിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പറഞ്ഞാലും ടഫായിരിക്കും. പക്ഷേ യേശുദാസ് പാട്ട് പാടുന്ന ചിലപ്പോൾ ഈസി ആയിട്ട് ചെയ്യുന്ന കാര്യമായിരിക്കും. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ആ കാര്യം എന്താണോ ഒരു കാൻഡിഡേറ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് ടഫായിരിക്കില്ല, അല്ലെങ്കിൽ ടഫായിരിക്കും. അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്താണ് പരീക്ഷൻ്റെ റിക്വയർമെൻ്റ് എന്ന് മനസ്സിലാക്കുക. യെസ്, എന്താണ് പരീക്ഷയുടെ റിക്വയർമെൻറ്റ്. അപ്പോൾ അത് UPSC കണ്ടക്ട് ചെയ്യുന്ന ഈ സിവിൽ സർവീസസ് പരീക്ഷ എന്ന് പറയുന്നത് ദേ ആർ റിക്രൂട്ടിംഗ് ഓഫീസേഴ്സ്. അവരൊരു എംപ്ലോയീസിനല്ല റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓഫീസർക്ക് വേണ്ട ക്വാളിറ്റി ഉണ്ടെങ്കിൽ അത് എളുപ്പമായിരിക്കും. OLQ ഓഫീസർ ലൈക്ക് ക്വാളിറ്റി. യെസ്, അതുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും, അതില്ലെങ്കിൽ ഇത് ടഫായിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. പിന്നെ ഇത് പണ്ട് കാലത്ത് നടന്ന ഒരു സെലക്ഷൻ പ്രോസസ്സ് അല്ല ഇപ്പം സിവിൽ സർവീസിൽ ആവശ്യമുള്ളത്. പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും 12 മണിക്കൂർ 16 മണിക്കൂറൊക്കെ ഡെയിലി ഇരുന്ന് പഠിച്ച് ഓർത്ത് വെച്ച് നല്ല മെമ്മറി വേണമെന്നൊക്കെ. പക്ഷെ ഇപ്പം ആ രീതിയിലല്ല സെലക്ഷൻ പ്രോസസ് നടക്കുന്നത്. മെമ്മറി ടെസ്റ്റ് ആയിട്ടല്ല പരീക്ഷ അല്ല. കാരണം 2010 ശേഷം ഈ CSAT എന്ന് പറഞ്ഞ സിവിൽ സർവീസസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ പേപ്പർ ഇൻക്ലൂഡ് ചെയ്തു. അതിനുശേഷം 2013 ശേഷം കംപ്ലീറ്റ് റീഓർഗനൈസേഷൻ ചെയ്യുന്നു. ഈ എക്സാമിൻ്റെ സ്ട്രക്ചറും പാറ്റേണും സിലബസും ഓപ്ഷണൽസ് എടുത്ത് റിമൂവ് ചെയ്ത് 2 ഓപ്ഷനുള്ളത് ഒരു ഓപ്ഷണലായിട്ട് കുറച്ചു. ഇപ്പം അതിനു മുമ്പ് വരെ ഒരു വ്യക്തിയുടെ ഒരു IQ ആണ് കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത്, സാധാരണ അക്കാഡമിക്സ് പോലെ. പക്ഷേ ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും കൂടുതൽ ഈ IQ ഇമ്പോർട്ടൻ്റ് ആണ്. കൂടെ തന്നെ EQ കൂടെ, EQ SQ പോലുള്ള ഫാക്ടേഴ്സാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ജസ്റ്റ് ബിക്കോസ് ഒരാളിപ്പം അക്കാഡമിക്കലി നന്നായി പെർഫോം ചെയ്തതുകൊണ്ട് ആ ആൾക്ക് സിവിൽ സർവീസ് ക്ലിയർ ചെയ്യാൻ പറ്റണം നിർബന്ധമില്ല. അതുപോലെ തന്നെ ഒരു അക്കാഡമിക്സ് വളരെ ആവറേജ് ആയിട്ടുള്ള ഒരാൾക്ക് സിവിൽ സർവീസ് കിട്ടില്ല എന്നും പറയാൻ പറ്റില്ല. എൻ്റെ ഒരു കേസ് സ്റ്റഡി ഇതിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് എനിക്ക് 10ാം ക്ലാസ്സിൽ ഒരു A+ ആയിരുന്നു. IT-യിലാണ് A+ ഉണ്ടായിരുന്നത്. അപ്പോൾ IT ആയിരിക്കും എൻ്റെ മേഖല എന്ന് കരുതിയിട്ട് ഞാൻ ഡിഗ്രി IT ജോയിൻ ചെയ്തത്. പക്ഷേ ചില കാരണങ്ങളാൽ എനിക്ക് അതിൽ തുടർ പഠനം നടത്തുന്നതിനേക്കാളും സിവിൽ സർവീസ് പ്രിപ്പറേഷനാണ് നന്നാവാൻ തോന്നിയിട്ട് ഞാൻ കുറച്ചു കാലം സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോയി. പ്രിലിംസ് എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പ്രിലിംസ് പാസ്സായി, മെയിൻസ് പാസ്സായി. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഈ തമാശ പറയായിരുന്നു. അതായത് 10ാം ക്ലാസ് +2 ഡിഗ്രി ഇതൊന്നും പഠിക്കുന്നതിന് യാതൊരുവിധ പ്രശംസയും കിട്ടാത്ത ഒരാൾക്ക് പക്ഷേ സിവിൽ സർവീസ് ജയിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഉപ്പ ഇങ്ങനെ തമാശയ്ക്ക് പറയും, ആ പരീക്ഷ അത്രയേ ഉള്ളൂ, മറ്റേതായിരുന്നു ടഫ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്യായിരുന്നു. അതായത് യേശുദാസിന് ടഫാകുന്നതോ സച്ചിന് ടഫാകുന്നതോ ആ മേഖലയാണ്. അതായത് ഒരു ഓഫീസർ ലൈക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റുമെങ്കിൽ കുറച്ചും കൂടെ ഈസി ആകുന്നുണ്ട് എന്നുള്ള. അത് പലർക്കും അത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ സാധാരണ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരാളുടെ മൂല്യം നിർണ്ണയിക്കുന്നത് ആൾ IQ-നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ. കാണാപാഠം പഠിക്കാൻ കാര്യങ്ങൾ മനസ്സിലാക്കി ഓർത്ത് വെച്ച് റിക്ലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ റൈറ്റ് ദാറ്റ് ഇസ് കൺസിഡർഡ് ആസ് ടു ബി റൈറ്റ് വാല്യുബിൾ സ്റ്റാൻഡർഡൈസ്ഡ് പരീക്ഷൻ്റെ റിസൾട്ട്. അതെ. പക്ഷേ സിവിൽ സർവീസിന് അങ്ങനെയല്ല. അതിൽ IQ ഞാൻ പറഞ്ഞ പോലെ ഒരു ആവറേജ് ആവശ്യമാണ്. പക്ഷേ നമുക്കിപ്പം ഒരാളുടെ പേഷ്യൻസ്, റൈറ്റ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി, അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ്. ഈവൻ ഈ എക്സാമിൻ്റെ ഒരു ടഫസ്റ്റ് എക്സാം പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ 10th 12th അല്ലെങ്കിൽ ഡിഗ്രി എക്സാമിനൊക്കെ അത് ഒരു ഓൾ ഇന്ത്യ ടോപ്പർ എന്ന് പറയുന്ന ആൾ 90% 99% ഒക്കെ സ്കോർ ചെയ്യുന്നത് കാണാൻ പറ്റും. റൈറ്റ്, ഈവൻ ഇഫ് യു ടേക്ക് ഗേറ്റ് എക്സാം, കാറ്റ് എക്സാം,
റൈറ്റ്, മോസ്റ്റ് ഓഫ് ദ എക്സാമിനേഷൻസ്. പക്ഷേ സിവിൽ സർവീസ് എക്സാമിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന ആൾക്ക് പോലും ഈ 50-60% മാർക്ക് ഉണ്ടാവും. റൈറ്റ്. ആൻഡ് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ, ഈ പറഞ്ഞ 90% ആൾക്കാരും സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുന്നവർ 50% കുറവ് മാർക്കാണ് കിട്ടുന്നത്. റൈറ്റ്. സോ അതിനർത്ഥം ഈ എക്സാം ഫുള്ളായിട്ട് അല്ലെങ്കിൽ ടോപ്പർ പോലും 50% വാങ്ങുന്നതാണ്. അതെ, അത് പലപ്പോഴും അതിൽ കുറവാണ് വാങ്ങിക്കാറ്. വെരി ഫ്യൂ പീപ്പിൾ ഗെറ്റ് മോർ ദാൻ 50%. ഈ ടോപ്പ് 10 വരുന്ന 1-2 ആൾക്കാർ, കുറച്ച് ആൾക്കാർ മാത്രമേ കിട്ടാറുള്ളൂ. അപ്പം അതിനർത്ഥം ഈ എക്സാം ദേ ഡിസൈൻഡ് ഇൻ സച്ച് എ വേ, ഈവൻ നിങ്ങൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾ 100/100 അത് കോൺഫിഡൻറ്റോടുകൂടെ നിങ്ങൾ എക്സാം എഴുതാൻ പാടില്ല. അപ്പം അതായത് ഫുള്ള് പഠിക്കുക എന്ന് പറഞ്ഞ പരിപാടി ഇതിലില്ല. ഫുൾ പഠിച്ച് തീർക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ സിലബസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് നമ്മൾ പറയല്ലോ, സൂര്യന് താഴെയുള്ളതും സൂര്യനെ കുറിച്ചിട്ടും എല്ലാത്തിനെ കുറിച്ചും അറിഞ്ഞിരിക്കും. ഒരു ഡയലോഗ്, സൂര്യന് കീഴിലുള്ള എല്ലാം ഉണ്ട്, അല്ല ഇത് സൂര്യനും കൂടെ ഉൾപ്പെടെയാണ് ഈ syllabus. പക്ഷെ ഇവിടെ വേറൊരു പിന്നെ പലർക്കും കൺഫ്യൂഷൻ തോന്നും, അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രത്തോളം പഠിക്കുന്നുള്ളത്. പക്ഷെ നമ്മളവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനുണ്ട്. ഈ പറഞ്ഞ പ്രോപ്പറായിട്ടുള്ള സിലബസ് ഉണ്ട്, അതിന് ബൗണ്ടറി ഉണ്ട്. പക്ഷെ ആ ബൗണ്ടറി നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് സിലബസിനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതേ സമയത്ത് ഇതിൽ എത്രത്തോളം ആഴത്തിൽ പഠിക്കണം എന്നുള്ളത്, റൈറ്റ്, അതാണ് പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ. നമ്മൾ എത്ര ആഴത്തിൽ അത് പോകണം. നമ്മളിപ്പോൾ സാധാരണ ഇപ്പം അക്കാഡമിക്സിൽ ഇപ്പോൾ എഞ്ചിനീയർ അല്ലെങ്കിൽ MBBS പഠിക്കുന്ന ഒരാളാണെന്ന് കരുതുക. MBBS മെഡിസിനെ കുറിച്ച് പഠിക്കുമല്ലേ, ഒരു 5 വർഷത്തോളം പഠിക്കും. അത് കഴിഞ്ഞ് അവർ MD പോകുമ്പോൾ അവർ സ്പെഷ്യലൈസ് ചെയ്യും. അതെ, അപ്പോൾ അവർ അവരുടെ നോളജ് ഗെറ്റ് കോൺസെൻട്രേറ്റഡ്, ബട്ട് ദേ ഗോ ഡീപ്പർ ഓഫ് ഇറ്റ്. ആഴത്തിൽ ഇറങ്ങി പഠിക്കും അല്ലേ, പെർട്ടിക്കുലർ ഏരിയയിൽ. യെസ്, അഗൈൻ ഒരു മോളോട് പോകുമ്പോൾ പിന്നെയും നോളജ് ഗെറ്റ് കോൺസെൻട്രേറ്റഡ്, ദേ ഗോ ഡീപ്പർ ഓഫ് ഇറ്റ്. അവിടെ ഡെപ്ത് ഓഫ് നോളജ് ഇസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ സിവിൽ സർവീസ് പരീക്ഷയിൽ ഡെപ്ത് ഓഫ് നോളജ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. റേഞ്ച് ഓഫ് നോളജ് ഇസ് ഇമ്പോർട്ടൻറ്റ്. പെരിഫറൽ ആയിട്ട് എല്ലാ കാര്യങ്ങളെ പറ്റി ഒരു എന്താ പറയുക, ഒരു കോമൺ സെൻസ് ക്രിയേറ്റ് ചെയ്യുക. അതൊരു ജനറലിസ്റ്റിക് അപ്രോച്ചാണ്. പക്ഷെ അതേ സമയത്ത് നമ്മൾ വളരെ സൂപ്പർഫിഷ്യലായിട്ട് പഠിച്ചാൽ മതി എന്ന് ചോദിച്ചാൽ അത് ശരിയല്ല. എത്രത്തോളം ആഴത്തിൽ പഠിക്കണം എന്നുള്ളത് പിന്നെ നമുക്ക് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകാൻ വേണ്ടി പറ്റും. പക്ഷെ അത് ഡെപ്ത് നമുക്ക് മനസ്സിലാകാൻ പറ്റും. പക്ഷേ ഓരോ വർഷവും ഏത് ഏരിയ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് മാറിക്കൊണ്ടേയിരിക്കും. അതാണ് ഈ എക്സാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പലർക്കും കിട്ടാതെ സിലബസ് വൈഡ് ആണെങ്കിൽ പോലും അതിന്റെ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉപയോഗിക്കാം. അതായത് സൂര്യന്റെ കീഴിലോ അല്ലെങ്കിൽ സൂര്യന് ആക്ച്വലി അവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്. നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിലബസ് യൂസ് ചെയ്യാം. ഡെപ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ യൂസ് ചെയ്യാം. ഓക്കെ. പക്ഷെ എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ എക്സാം അറ്റംപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പോരാ. റൈറ്റ്. ആ ഒരാണ് ഈ 50% വാങ്ങും എന്നുള്ള അവസ്ഥയിലെത്തുന്നത്. അല്ല, നമ്മളിപ്പോൾ ഏത് വർഷമാണ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്, ആ വർഷത്തിൻ്റെ ഏകദേശം ഒരു വർഷം മുമ്പുള്ള കറണ്ട് അഫെയർസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. കറണ്ട് അഫെയർസ് എന്ന് പറഞ്ഞാൽ അഗെയിൻ എല്ലാത്തിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഒരു സംശയം ചോദിക്കട്ടെ ഇടയിൽ. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഫ്യൂച്ചർ ഗോൾ IAS ആവണം എന്നാണെന്ന് വെക്കുക. ഇപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, അതായത് ഈ പണ്ട് തന്മാത്ര സിനിമയൊക്കെ കണ്ടിട്ടുള്ള ഒരു എഫക്റ്റാന്ന് തോന്നുന്നുണ്ട്. അതായത് കുട്ടി ഒരു ചെറിയ ക്ലാസ് തൊട്ടിട്ട് തന്നെ പത്രം വായിക്കണം, ഡെയിലി പത്രം വായിക്കണം, അതിന് പത്ര കട്ടിങ് എടുത്ത് വെക്കണം. അങ്ങനെ എന്താ പറയുക, ഇറ്റ്സ് എ ജേണി, ലൈക്ക് ഒരു വെരി ബിഗ് ജേണി. എന്നിട്ട് ആ ലാസ്റ്റ് അങ്ങനെ ഉണ്ടോ, അതോ ലാസ്റ്റ് 1 ഇയറിലേത് മതിയോ? അല്ല, ആ കാലഘട്ടത്തിൽ പിന്നെ നമുക്ക് ഈ റിസോഴ്സിൻ്റെ ആക്സസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരുന്നു അല്ലേ. സോ ആൾക്കാർ ഈ പത്രത്തിൻ്റെ കട്ടിങ്സും കാര്യങ്ങളും എടുത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ റെഫർ ചെയ്യാറ്. റൈറ്റ്. പക്ഷെ ഇപ്പം നമുക്ക് വി ഹാവ് ടെക്നോളജി യുഗമാണുള്ളത് അല്ലേ. നമ്മൾ ഒരു സിലബസിലുള്ള ഒരു ടോപ്പിക് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾ ഈവൻ പത്രം വായിക്കാതെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റഡ് ആവാം. കാരണം ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇപ്പോൾ എർത്ത് ക്വിക്ക് ആണെങ്കിൽ എർത്ത് ക്വിക്ക് റൈറ്റ് ഇൻ ന്യൂസ് എന്ന് പറഞ്ഞാൽ അടിക്കുക ഗൂഗിളിൽ. സോ വി ക്യാൻ ഫൈൻഡ് ലാസ്റ്റ് ഒരു വർഷത്തിലുള്ള ന്യൂസുകൾ ഉണ്ടാവും. അത് കറക്റ്റ് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിൻ്റെ ഇൻ ന്യൂസ് എന്ന് പറഞ്ഞാൽ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു വർഷത്തിന് മുകളിലുള്ള ന്യൂസ് ആണെങ്കിൽ അത് നമുക്ക് ഈ വരാൻ വേണ്ടി പോകുന്ന എക്സാമിന് അത് യൂസ്ഫുൾ അല്ല. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. സോ നമ്മളത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പേജ് അപ്ഡേറ്റ് ചെയ്യണം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പം കേട്ടുകയാണെങ്കിൽ മലപ്പുറത്ത് കുറച്ച് മുമ്പ് ഒരു ആന പൈനാപ്പിൾ കഴിക്കുന്ന സമയത്ത് അത് പൈനാപ്പിളിൻ്റെ ഉള്ളിൽ പടകം വെച്ചിട്ടുണ്ടായിരുന്നു, ഈ കൃഷി നശിപ്പിക്കുന്ന പന്നികളെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ആനത് കഴിച്ച സമയത്ത് അത് പൊട്ടിത്തെറിച്ച് ആന പിന്നെ എന്ത് ചെയ്തു, പാസ്ഡായി. സോ അവിടെ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആന പ്രഗ്നൻ്റ് ആയിരുന്നു. റൈറ്റ്. അതൊരു ലോക്കൽ ന്യൂസ് അല്ലായിരുന്നു, അതൊരു നാഷണൽ ന്യൂസ് മാത്രമല്ല ഇന്റർനാഷണൽ ന്യൂസ് ആയിരുന്നു ഈ ഡിസ്കഷൻ പോയിന്റ്. അതിൻ്റെ അപ്കമിങ് എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യമാണ്,
വാട്ട് ഈസ് ദ ജസ്റ്റേഷൻ പീരീഡ് ഓഫ് എൻ എലിഫന്റ് എന്നുള്ളത്. റൈറ്റ്, അത് ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് ആയിട്ട്. അതെന്തുകൊണ്ട് അത് അപ്പം ഇതൊരു എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിയിൽ വരുന്നൊരു ടോപ്പിക്കാണ് അല്ലേ. സോ അത് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ അപ്കമിങ് എക്സാമിനേഷൻ എവിടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഈ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളെ സഹായിക്കുക, എവിടെ ഫോക്കസ് ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഫോക്കസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഇതിന്റെ ആൻസർ. എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി എന്നുള്ള ടോപ്പിക് പ്രിലിമിനറിയിലുണ്ട്, അതേസമയം ജനറൽ സ്റ്റഡീസിന്റെ ഭാഗമായിട്ടുണ്ട്. അതേസമയം അതിനെ കറണ്ട് അഫെയറിലേക്ക് ലിങ്ക് ചെയ്തിട്ട് അതിന് ചോദ്യം വരാം. അതായത് ഇറ്റ്സ് ലൈക്ക് ഒരു കൺവേർജൻസ് ഓഫ് ടോപ്പിക്കുകൾ ഉണ്ടാവും അല്ലേ. അതായത് ഇപ്പോൾ കറണ്ട് അഫെയർ ആകുമ്പോൾ കറണ്ട് അഫെയറിൽ പെട്ട കാര്യങ്ങൾ മാത്രം, അങ്ങനെയല്ല, അതിനെ ഇറ്റ് ക്യാൻ കൺവേർജ്. യെസ്, നമ്മളിപ്പം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റുകളും കറണ്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു വർഷം എവിടുന്ന് ചോദ്യങ്ങൾ വരും എന്നുള്ളത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പലപ്പോഴും കാണാൻ പറ്റും ചില കാൻഡിഡേറ്റ്സ് പ്രിലിംസ് ക്ലിയർ ചെയ്ത് മെയിൻസ് ക്ലിയർ ചെയ്ത് ഇന്റർവ്യൂ വരെ പോകും, പക്ഷെ കിട്ടാതെ അവർ ചിലപ്പം അടുത്ത വർഷത്തെ എക്സാം പിന്നെ എഴുതും. റൈറ്റ്, പക്ഷെ ചിലപ്പോൾ അവർ പ്രിലിംസ് പോലും ക്ലിയർ ചെയ്യില്ല. കാരണം അവർക്ക് ഈ പറഞ്ഞ സിലബസ് അറിയാം, അതിൻ്റെ എത്ര ആഴത്തിൽ പഠിക്കണം എന്നറിയാം, പക്ഷേ ആ സിലബസിൽ എവിടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് അവർ മിസ്സായി. തമാശ രൂപത്തിൽ പറയേ, അതായത് ഇപ്പോൾ തെങ്ങിന്റെ മണ്ടയിലെത്തി തേങ്ങ ഇടാൻ പറ്റിയില്ല, പക്ഷേ അതിന് മേലെ നിന്ന് വീണ് കഴിഞ്ഞാൽ എങ്ങനെയുണ്ട്, പിന്നെയും താഴെ നിന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. അതുപോലെയാണ് സിവിൽ സർവീസസിൽ. അതായത് ഇക്കൊല്ലം പ്രിലിംസ് അറ്റൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഇക്കൊല്ലം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പക്ഷെ അടുത്ത കൊല്ലം അഗെയിൻ യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച്. പക്ഷെ അത് ഒരു ഗ്യാരണ്ടി ഇല്ല താനും. മുന്നേ ഇന്റർവ്യൂ എത്തിയ ആളാന്ന് എഴുതിയിട്ട് അടുത്ത പ്രിലിംസ് പാസ്സാവണമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. അതെ, പക്ഷെ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിവിൽ സർവീസിന് ഇപ്പോൾ 2 ഭാഗമായിട്ട് മാറ്റുകയാണെങ്കിൽ എൻ്റെ സിലബസിൽ സ്റ്റാറ്റിക് പാർട്ടും ഉണ്ട്, ഡൈനാമിക് പാർട്ടും ഉണ്ട്. ഈ സ്റ്റാറ്റിക് പാർട്ട് എന്ന് പറയുന്നത് മാറുന്നില്ല, വൺസ് യു സ്റ്റഡി അത് അങ്ങനെ തന്നെയാണല്ലേ. പക്ഷെ ഡൈനാമിക് പാർട്ട് എന്ന് പറയുന്നത് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതായത് പിന്നെ കോൺസെപ്റ്റ്സ് മാറുന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ കറണ്ട് ആയിട്ടുള്ള റൈറ്റ്. ഇതിപ്പോൾ നമ്മളിപ്പം ഇന്റർനാഷണൽ റിലേഷൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു അല്ലേ, പൂർണ്ണമായിട്ട് പഠിച്ചു കഴിഞ്ഞു. പക്ഷേ സപ്പോസ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇമ്മീഡിയറ്റ്ലി മേക്കിംഗ് എ വിസിറ്റ് ടു ഇസ്രായേൽ ഫോർ എനി കൈൻഡ് ഓഫ് ബൈലാറ്ററൽ ടൈ. സോ അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന അപ്കമിങ് ഇയറിൽ ഡെഫിനറ്റ്ലി വി ഹാവ് ടു ഫോക്കസ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ ബിക്കോസ് ദാറ്റ് ഇസ് എ ഡൈനാമിക് ആസ്പെക്ട്. റൈറ്റ്, അപ്പം അതിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഈ വരുന്ന ഇതിന്റെ ഒരു ഹിസ്റ്ററി അറിയാൻ വേണം, ഇന്ത്യ ഇസ്രായേൽ റിലേഷൻ ഹിസ്റ്ററി അറിയണം. അത് സ്റ്റാറ്റിക് ആവാം, പക്ഷെ അതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡൈനാമിക്സ് ആണ്. ഇപ്പൊ എന്തെങ്കിലും പുതിയ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടായോ, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്താണ്? വെരി ട്രൂ. അത് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ചിലപ്പോൾ അച്ഛൻ ചോദിക്കുമ്പോൾ ഈ ഹിസ്റ്ററി പോലുള്ള സബ്ജക്ട് വളരെ സ്റ്റാറ്റിക് അല്ലേ എന്ന് ചോദിക്കും. അതിലിപ്പോൾ ഒരു മാറ്റം വരാനല്ലോ. പക്ഷെ അതിലാണെങ്കിലും എങ്ങനെ വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോസ് ഇതിപ്പം 100th ആനിവേഴ്സറി ഓഫ് ചമ്പാരൻ സത്യാഗ്രഹമാണെന്ന് വിചാരിക്കുക. അങ്ങനെ റിലവൻസ് ഉണ്ടെങ്കിൽ ഈ വർഷം ഡെഫിനറ്റ്ലി, പക്ഷെ അത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കില്ല. റൈറ്റ്, ദേ മേ ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് ബീഹാർ ബിക്കോസ് ദിസ് ഇസ് ദ ഫസ്റ്റ് ലെഡ് ബൈ മഹാത്മാഗാന്ധി വിച്ച് ഹെൽഡ് ഇൻ ബീഹാർ. അപ്പൊ ആ രീതിയിലും ചോദ്യങ്ങൾ വരാം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എക്സാമിന് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ പരീക്ഷ വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം എന്ന് പറയുമ്പോൾ പോലും ഇതിന് ദർ ഈസ് എ പ്രൂവൺ മെത്തേഡ് എന്നാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നത്. അതായത് കോംപ്ലക്സ് ആണെന്ന് പറയുന്നുണ്ട്, അതേസമയം അതിന് ബൗണ്ടറി ഉണ്ട്. അതേസമയം നമുക്ക് ഡെപ്ത് എത്രയെന്ന് അറിയാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഈവൻ അത് തന്നെ ലൈക്ക് നമുക്ക് കാറ്റഗറി ആയിട്ട് തിരിക്കാം, എന്ത് പഠിക്കണം എന്ത് പഠിക്കേണ്ട എന്നുള്ളതിന്. കറണ്ട് അഫെയറിന് അപ്ഡേറ്റ് ചെയ്യാൻ ഒരു പത്രപ്പുഴു ആവണം എന്നുള്ളതല്ല, പക്ഷെ സിലബസിനായിട്ട് ലിങ്ക് ചെയ്തിട്ട് നമുക്ക് ഈവൻ ചോദ്യങ്ങളെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ, ഒരു ടു സം എക്സ്റ്റെൻറ്റ്. ഇപ്പോൾ കറണ്ട് അഫെയറിന് ഉപയോഗിക്കേണ്ടത് ആ ഒരു പെർസ്പെക്റ്റീവിലാണ്. സിലബസിനായിട്ട് ഞാൻ എപ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല, ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്തിരുന്ന ആളല്ല. പക്ഷേ ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പത്രം ഡയറക്റ്റ് വായിക്കലില്ല ഈ പറഞ്ഞ പോലെ. പകരം ഈ റീസെൻറ്റ് കാര്യങ്ങളിലൊക്കെ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഓട്ടോമാറ്റിക്കലി നല്ല നോട്ട്സ് കൊടുക്കും. അപ്പോൾ ഈ നോട്ട്സ് ഫോളോ ചെയ്തിട്ട് ഞാൻ എൻ്റേതായ രീതിയിൽ ഒരു സെപ്പറേറ്റ് നോട്ട് ക്രിയേറ്റ് ചെയ്യും. അതായത് നേരത്തെ പറഞ്ഞ അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ, ഈ OLQ, അതായത് ഞാനിപ്പോൾ ഒരു ഓഫീസർ ആവുകയാണ്, ഓക്കെ, എന്നെ ആ ഒരു IAS അല്ലെങ്കിൽ IPS എന്നുള്ള പൊസിഷനിൽ ഗവൺമെൻറ് എന്നെ റിക്രൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ എൻ്റെ മെമ്മറി പവർ ആവില്ല അവിടെ നോക്കുന്നുണ്ടാവുക. എൻ്റെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങും മറ്റുമൊക്കെ ആയിരിക്കും അവിടെ വിഷയം ഉണ്ടാവുക. അപ്പോൾ ഞാൻ കറണ്ട് അഫെയറിൽ അറിയേണ്ട സ്റ്റൈൽ, ഒരു തിങ്കിങ് സ്റ്റൈൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു അസംഷനിൽ ഞാൻ കറണ്ട് അഫെയറിനെ മറ്റും സമീപിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു കോൺഫിഡൻസ് ആയിട്ട് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ എനിക്ക് എല്ലാ GS പേപ്പറിലും നല്ല മാർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് മാർക്ക് കുറഞ്ഞത് എൻ്റെ ഓപ്ഷനിൽ മലയാളം ലിറ്ററേച്ചർ ആയിരുന്നു. അപ്പോൾ ഞാൻ അതിനെ ഒരു എന്താ പറയുക, പ്രിലിംസ് ജയിച്ചതിന് ശേഷം ഓപ്ഷനിൽ പഠിച്ചു തുടങ്ങിയ ആളാണ്. അതായത് അതിന് മുന്നേ പഠിച്ചിട്ടില്ല, കാരണം ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നില്ല പ്രിലിംസ് ജയിക്കും എന്നുള്ളതിൽ. പക്ഷെ പ്രിലിംസ് ജയിച്ചപ്പോഴാണ് ഈ ഓപ്ഷണലിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ അങ്ങനെ ആ ഭാഗത്തുനിന്നും ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മളെ നാട്ടിൽ ഇന്ന ഓപ്ഷൻ എടുത്താൽ ജയിക്കുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യമുണ്ടോ? അതായത് ഇപ്പം
ഞാൻ എടുത്തിരുന്ന മലയാളം ലിറ്ററേച്ചർ, ഞാൻ 3 തവണ എഴുതിയപ്പോഴും മലയാളം ലിറ്ററേച്ചറായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ഈ അങ്ങനെ ഒരു ഓപ്ഷണൽ പ്രിഫറൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അത് നമ്മൾ റാങ്കിന് നിർണ്ണയിക്കുന്നുണ്ടോ? ഓഫ് കോഴ്സ് ഓപ്ഷണൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ 2 ഓപ്ഷണൽസ് ഉണ്ടായിരുന്നു. ഇപ്പം ഒരു ഓപ്ഷണലേ ഉള്ളൂ. ഈവൻ ദർ ഇസ് എ കമ്മിറ്റി കോൾഡ് സെക്കൻഡ് ARC കമ്മിറ്റി, സെക്കൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മിറ്റി. അവരുടെ റെക്കമെൻഡേഷൻ പ്രകാരം ഈവൻ ഓപ്ഷണൽസ് എടുത്ത് കളയണം എന്നാണ് ഈ റെക്കമെൻഡേഷൻ. GS മാത്രം മതി. അതെ. അപ്പം ഓപ്ഷണൽ എന്ന് പറയുമ്പം പിന്നെ അതിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ എങ്ങനെ ഓപ്ഷനിൽ ഡിസൈഡ് ചെയ്യണം എന്നുള്ളത്. ഡെഫിനറ്റ്ലി ഓപ്ഷണൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം 500 മാർക്കാണ് ഈ ഓപ്ഷണലിൽ 2 പേപ്പർ ഉണ്ടാവും അതിന് ക്യാരി ചെയ്യുന്നത്. സോ ഓപ്ഷണൽ പേപ്പർ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാണ് നമ്മുടെ അഭിരുചി. നിങ്ങൾ ഈ പരീക്ഷയുടെ സ്ട്രക്ചറും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് പറയണം. നമ്മൾ കാണുന്ന എല്ലാ ഓഡിയൻസിനും ഒരു പക്ഷേ ഈ സിവിൽ സർവീസ് പരീക്ഷയുടെ സ്ട്രക്ചർ എക്സാക്റ്റ് ആയിട്ട് അറിയുന്നുണ്ടാവില്ല. അതായത് ഇതൊരു 1 ഇയർ പ്രോസസ്സാണെന്നോ, അല്ലെങ്കിൽ അപ്പോൾ ഓപ്ഷണൽ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് പ്ലേസ് ചെയ്താൽ കുറച്ചും കൂടെ. ഷുവർ. അത് നമുക്ക് ഈ 3 ഘട്ടങ്ങളായിട്ടാണ് ഈ എക്സാം നടക്കുന്നത്. പ്രിലിമിനറി എക്സാമിനേഷൻ, മെയിൻസ് എക്സാമിനേഷൻ, പിന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇൻ്റർവ്യൂ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഈ 3 സ്റ്റേജും കംപ്ലീറ്റ് ചെയ്യാൻ ഏകദേശം 1 വർഷം സമയമെടുക്കും. ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള പ്രിലിമിനറി എന്ന് പറയുന്നത് ഒറ്റ ദിവസത്തെ എക്സാമാണ്. റൈറ്റ്. അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2 എക്സാം ഉണ്ടാവും, മോർണിംഗ് ആഫ്റ്റർനൂൺ ആയിട്ട്. ഏകദേശം അതൊരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. അതിൻ്റെ മാർക്ക് കൗണ്ട് ചെയ്യില്ല റാങ്കിന് വേണ്ടിയിട്ട്. അപ്പം ഏകദേശം 12 ലക്ഷം ആൾക്കാരാണ് ഈ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി എല്ലാ വർഷവും അപ്ലൈ ചെയ്യുന്നത്. ഈ 12 ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്ത എല്ലാവരും ഈ പരീക്ഷ എഴുതില്ല. ഏകദേശം അതിനകത്ത് 50% ആൾക്കാരെ എഴുതുള്ളൂ. ഏകദേശം 6 ലക്ഷം ഇല്ലാത്തതുണ്ടാവോ? അത് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല, ഫസ്റ്റ് ഓഫ് ഓൾ ഈ എക്സാം എഴുതുന്ന ആർക്കും 100% കോൺഫിഡൻസ് ഉണ്ടാവില്ല. ക്ലിയർ ഞാൻ പറഞ്ഞല്ലോ, കാരണം 100 ഔട്ട് ഓഫ് 100 പോസിബിൾ അല്ല. റൈറ്റ്. ഒരു മേജർ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ഉണ്ട്. നമുക്കത് കിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുതാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മളെ ഒരു അറ്റംപ്റ്റ് നഷ്ടപ്പെട്ടു പോകും. ഒരാൾക്ക് മാക്സിമം 6 തവണ ഈ പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അതും രാവിലെ ഫസ്റ്റത്തെ എക്സാം ആയിട്ടുള്ള പ്രിലിംസ് ഞാൻ പറഞ്ഞു 2 ദിവസം 2 എക്സാം ഉണ്ടെന്നല്ല. രാവിലത്തെ എക്സാം ഈ പറഞ്ഞ 6 ലക്ഷം ആൾക്കാർ എഴുതിയിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഉള്ള സീസാറ്റ് പരീക്ഷ, അത് പ്രിലിംസിലുള്ള 2ാമത്തെ പേപ്പറാണ്, അത് എഴുതുമ്പോഴത്തേക്ക് അത് 3 ലക്ഷമായി പിന്നെയും കുറയും. പിന്നെ പകുതി. അതെ, രാവിലത്തെ എക്സാം എഴുതിയത് കോൺഫിഡൻസ് 50% ആൾക്കാരെ ഉള്ളൂ ഉച്ചക്കുള്ള എഴുതും. കാരണം എന്തായാലും കിട്ടാൻ പോണില്ല, ടൈം കളയുന്നുള്ളതാവും. അപ്പം ഈ പ്രിലിംസിന്റെ ആക്ച്വൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ 3 ലക്ഷം ആൾക്കാർ എഴുതുന്നത് ഒരു വർഷം. റൈറ്റ്. ഈ 3 ലക്ഷം ആൾക്കാരിലും നമുക്ക് എത്രത്തോളം ആൾക്കാർ പ്രിപ്പയർ ചെയ്തിട്ട് എഴുതുന്നുണ്ടെന്നുള്ളത് പിന്നെയും കുറയും. റൈറ്റ്. അത് പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ട് മെയിൻസിലോട്ട് പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഏകദേശം 12,000 പേരാണ് അപ്രോക്സിമേറ്റ്ലി. അതായത് ഒരു വർഷം മാറും. ഒരു വർഷത്തെ നമ്പർ ഓഫ് വാക്കൻസി, ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് എത്ര നമ്പർ ഓഫ് വാക്കൻസി ഫില്ല് ചെയ്യാനാണോ അതിൻ്റെ 12 ടൈംസ് ആണ് ആൾക്കാരാണ് മെയിൻസിലോട്ട് സെലക്ട് ചെയ്യുക. അത് ഏകദേശം 12,000 ആൾക്കാരായിരിക്കും. കാരണം അപ്രോക്സിമേറ്റ്ലി 1000 സീറ്റ്സ് ഉണ്ടാവും എല്ലാ വർഷവും. IAS, IPS, IFS, IRS 24 കാറ്റഗറിയിലാണ്. ഇപ്പം ഏകദേശം 19 സർവീസാണ് ഉള്ളത്. 24 ഉണ്ടായിരുന്നു മുമ്പ്, വെട്ടിച്ചുരുക്കി അവർ. ഞാൻ പഴയ സ്കൂളാണ്, അതിലേക്ക് അത്ര അപ്ഡേറ്റഡ് അല്ല. അതെ, അതിന് ഓരോ വർഷം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. അങ്ങനെ ഈ പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ട് ഏകദേശം 12,000 പേരാണ് മെയിൻസ് എഴുതാൻ വേണ്ടി പോകുന്നത്. ആക്ച്വൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഈ 12,000 പേരാണ്. അവർ തമ്മിലാണ് ഈ കോമ്പറ്റീഷൻ. മറ്റേതൊരു ആരാണ് റിയൽ കോമ്പറ്റീറ്റേഴ്സ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സ്റ്റേജ് മാത്രമാണ്. അതെ, ഒരു സ്ക്രീനിങ് പ്രോസസ് ആണ്. അതായത് പിന്നെ എലിമിനേഷൻ പ്രോസസ് എന്ന് പറയാം. ഈ മെയിൻസ് അല്ലെങ്കിൽ ഈ 1750 മാർക്കില് അത്രയും മാർക്കിനാണ് മെയിൻസ്. അതെ, 1750 മാർക്ക് ആണ് കൗണ്ട് ചെയ്യുക റാങ്കിന് വേണ്ടിയിട്ട്. റൈറ്റ്. അതുകൂടാതെ 300 മാർക്കിന് 2 പേപ്പർ, ലാംഗ്വേജ് പേപ്പർ ഉണ്ടാവും, അതിന് മാർക്ക് കൗണ്ട് ചെയ്യില്ല. റൈറ്റ്. അങ്ങനെ പരീക്ഷ ഉണ്ട്, പക്ഷെ അതിന്റെ മാർക്ക് ജസ്റ്റ് ക്വാളിഫയിങ് നേച്ചറാണ്. അത് 300 മാർക്കിന് 2 ലാംഗ്വേജ് പേപ്പർ ഉണ്ടാവും. 10ാം ക്ലാസ് ലെവലുള്ള ചോദ്യങ്ങൾ അതിൽ ചോദിക്കുകയുള്ളൂ. റൈറ്റ്. പാസ്സായാൽ മതി. ജസ്റ്റ് അതായത് 25% സ്കോർ ചെയ്താൽ മതി. 250 മാർക്കിന്റെ 7 പേപ്പറുകളാണ് ആക്ച്വൽ റിസൾട്ട് ഡിസൈഡ് ചെയ്യുന്നത്. അതെ, റൈറ്റ്. ആകുമ്പോൾ 250 മാർക്കിന്റെ 7 പേപ്പർ എന്ന് പറയുമ്പോൾ 1750 മാർക്കാണ് കൗണ്ട് ചെയ്യുക റാങ്കിന് വേണ്ടിയിട്ട്. അതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇൻ്റർവ്യൂലോട്ട് വിളിക്കുക. ആ ഇൻ്റർവ്യൂലോട്ട് വിളിക്കുന്നത് ഏകദേശം 2 to 3 ടൈംസ് നമ്പർ ഓഫ് വാക്കൻസി ആ വർഷമുള്ള. റൈറ്റ്. അപ്പോൾ 2000 മുതൽ 3000 ആൾക്കാരാണ് ഇൻ്റർവ്യൂവിന് പോവുക. റൈറ്റ്. ഇൻ്റർവ്യൂ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും പേഴ്സണാലിറ്റി ടെസ്റ്റ്. റൈറ്റ്. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി, ഒരു ഓഫീസർ ലൈക്ക് പേഴ്സണാലിറ്റി ഉണ്ടോ എന്നാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ പറഞ്ഞ മെയിൻസ് എക്സാമിനേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ
ഇതിപ്പം ഒരു 250 മാർക്കിൻ്റെ ഒരു പേപ്പർ ആണെങ്കിൽ പലപ്പോഴും അതിനകത്തുള്ള ഹയസ്റ്റ് മാർക്സ് എന്ന് പറയുന്നത് 85 മാർക്സ് ഒക്കെയാണ് ചില സമയങ്ങളിൽ, റൈറ്റ്, GIS പേപ്പറിൽ. അതായത് പിന്നെ ഈ വേ ബിലോ 50%. 250 ആണെങ്കിൽ അതിൽ 85. അതെ അതെ. അപ്പോൾ ഈ 1750 മാർക്കിൽ നമുക്കൊരു 750 മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും ഇന്റർവ്യൂ കോൾ വരും, റൈറ്റ്. ആ രീതിയിലാണ് എക്സാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളിപ്പം ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത്, റൈറ്റ്, ഒരു വർഷത്തെ പ്രിപ്പറേഷൻ, അത് കഴിഞ്ഞ് അഗെയിൻ എക്സാമിനേഷൻ ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ്. അപ്പം സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ദേ അണ്ടർഗോ സോ മച്ച് ഓഫ് സ്ട്രെസ്, ടെൻഷൻ. എന്നാലും അവർക്കറിയാം ഞാൻ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മുഴുവനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ സ്കോർ ചെയ്യാൻ പറ്റില്ല എന്നല്ല. സോ ആ സ്ട്രെസ്സിൽ എങ്ങനെ നിങ്ങൾ പെർഫോം ചെയ്യും, ആ ഒരു ടെസ്റ്റും ഒരു മൈൻഡ് ഗെയിമും കൂടെ ആണ് ശരിക്കും പറഞ്ഞത്, റൈറ്റ്. അത് ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ആ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ, ഈവൻ അവർക്ക് ഒരുപാട് അറിവുണ്ടെങ്കിൽ കൂടെ തന്നെ ദേ സ്റ്റാർട്ട് ഷിവറിങ് വൈൽ റൈറ്റിംഗ് ദ എക്സാമിനേഷൻ, റൈറ്റ്. അപ്പം ഡെഫിനറ്റ്ലി ദേ വിൽ ഡിസ്ക്വാളിഫൈ. ഈവൻ ഇൻ്റർവ്യൂവിൽ പോയി കഴിഞ്ഞാലും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണ്, ഇൻ്റർവ്യൂ വിൽ ബി ഹെൽഡ് ഓൺലി ഇൻ ഡൽഹിയിൽ മാത്രം വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ ഉണ്ടാവുക. അപ്പം അറൗണ്ട് 4 to 5 മെമ്പേഴ്സ് ഉണ്ടാവും ഇൻ്റർവ്യൂ പാനലിൽ. അപ്പോൾ ഒരു മെമ്പർ ചോദിച്ച ചോദ്യമാണ് ഒരു കാൻഡിഡേറ്റിനോട്, ഐ ഹേർഡ് ദാറ്റ് യുവർ മദർ ഈസ് എ പ്രോസ്റ്റിറ്റ്യൂട്ട്, ഈസ് ദാറ്റ് ട്രൂ? റൈറ്റ്. സോ ഹി റിപ്ലൈഡ്, യു ആർ റൈറ്റ് സർ, ബട്ട് ദർ ഇസ് ഓൺലി വൺ കസ്റ്റമർ, ദാറ്റ്സ് മൈ ഫാദർ. റൈറ്റ്. അത് ചോദിച്ചത് എന്തുകൊണ്ടായിരിക്കും? ആള് ഒഫൻഡഡ് ആവുന്ന, ഇതിപ്പോൾ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് കുറഞ്ഞൊരു വ്യക്തിയാണ്, ഇമോഷണൽ സ്റ്റെബിലിറ്റി ഒന്നും ഇല്ല, പക്ഷേ ഒരുപാട് അറിവുണ്ടായിരിക്കാം. പക്ഷേ ഈക്വ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനത്തെ ചോദ്യം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ മേ റിപ്ലൈ, ഐ ഡോണ്ട് വാണ്ട് യുവർ ഐ യു കം ഔട്ട് ദാറ്റ് ഐ വിൽ ഷോ യു ഹു ഐ ആം, റൈറ്റ്. ആ രീതിയിൽ ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യും. പക്ഷേ അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു ജോലിയല്ല. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോബ്ലംസ് ഇവര് സർവീസിലിരിക്കുമ്പോൾ കേൾക്കും. ഡെഫിനറ്റ്ലി. അപ്പോൾ അതിനോട് എത്ര തന്മയത്വത്തോടു കൂടി പെരുമാറുന്നു എന്നുള്ളത് ഇവരുടെ ഒരു ഗ്രേഡ് തീരുമാനിക്കും. കാരണം ഈ ഒരു ജോബ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു എസ്പെഷ്യലി വെൻ വി ടേക്ക് എ ഡിസിഷൻ, നമ്മൾ ഇമോഷണലി അൺസ്റ്റേബിൾ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റാവാം, അല്ലേ? നമ്മൾ ദേഷ്യപ്പെട്ടിട്ട്, സങ്കടപ്പെട്ടിട്ട്, അല്ല ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന എടുക്കുന്ന പല തീരുമാനങ്ങൾ നമ്മൾ ലേറ്റർ ഓൺ വി റിഗ്രറ്റ് അബൌട്ട് ഇറ്റ്. അപ്പം ഒരു ഓഫീസറിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസ് ഒരിക്കലും നമ്മുടെ ഇൻ്റലിജൻസിനെ ഹൈജാക്ക് ചെയ്യാൻ പാടില്ല, റൈറ്റ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അത് നമ്മുടെ ഈ പറഞ്ഞ മെയിൻസ് പരീക്ഷയിൽ മാത്രമല്ല, ഈവൻ ഈ പറഞ്ഞ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ അവർ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ അറിവിനെ കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞാൻ ഇടയിൽ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഓഫീസർ ലൈക്ക് ക്വാളിറ്റി ഉള്ള ആൾക്കാരെ 1000 പേര് ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ജോബുകളിലേക്ക് വേണ്ടി റിക്രൂട്ട് ചെയ്യുന്ന ഈ പരീക്ഷയിൽ എങ്ങനെയാണ് മലബാറിൽ നിങ്ങൾ ഇത്ര റിസൾട്ട് ഉണ്ടാക്കി? സോ ഇവിടെ നമ്മൾ പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സാം ടഫാണോ എന്ന് തീരുമാനിക്കുന്ന ഒരു ഫാക്ടർ, റൈറ്റ്, അത് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാൻഡിഡേറ്റിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ എക്സാം കണ്ടക്ട് ചെയ്യുന്ന UPSC എന്താണോ ഈ പറഞ്ഞ കാൻഡിഡേറ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതും, ഇത് രണ്ടും മാച്ച് ആയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ, റൈറ്റ്, നമുക്ക് ഈ പറഞ്ഞ സക്സസ് ഉണ്ടാകാൻ വേണ്ടി പറ്റും. അപ്പം ഈ സക്സസ്സിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഒരാളെ പിടിച്ച് IAS ആക്കാൻ പറ്റുമോ? പിടിച്ചാക്കാൻ പറ്റുക, നമുക്ക് ഒരാളെ പിടിച്ചാക്കാൻ വേണ്ടി പറ്റില്ല, റൈറ്റ്. പക്ഷേ ആളുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, റൈറ്റ്, ഇഫ് ദർ ഇസ് എ ഡിസയർ വിത്തിൻ ദാറ്റ് പേഴ്സൺ, റൈറ്റ്, എന്നാൽ പറ്റും. ഇഫ് ദ കാരണം നമുക്ക് ഈ എക്സാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ IQ എന്ന് പറഞ്ഞ ആവറേജ് മതി. അതുകൊണ്ടാണ് എനി ഡിഗ്രി ജസ്റ്റ് പാസ് എന്ന് പറയുന്നത്. ഈ എക്സാം എഴുതാൻ വേണ്ടിയുള്ള മിനിമം യോഗ്യത പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, എനി ഡിഗ്രി ജസ്റ്റ് പാസ് മതി. അപ്പം നമുക്ക് ഈ സിവിൽ സർവീസിന് താഴെ വരുന്ന ഒരുപാട് പരീക്ഷകളുണ്ട്. മിനിമം ഫസ്റ്റ് ക്ലാസ് വേണം എഴുതണമെങ്കിൽ. നമുക്ക് ഒരു സയൻറ്റിസ്റ്റ് ആവണമെങ്കിൽ, റൈറ്റ്, ഇപ്പം ISROയിലോട്ടോ അല്ലെങ്കിൽ DRDOയിലോ ഒക്കെ അവർ സാധാരണ ഒരു 90% എബോവ് ഉള്ളവർ മാത്രമേ വിളിക്കുകയുള്ളൂ ഇൻ്റർവ്യൂവിന്, അല്ലാത്തവർ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. കാരണം അവിടെ IQ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ IQയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ IQ നമുക്ക് ഒരാൾ ജനറ്റിക്കലി ഇൻഫ്ലുവൻസ്ഡ് ആണ്, നമുക്കത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റില്ല. ഒരാളുടെ IQ നമുക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ IQ പോലെ കൂട്ടാൻ വേണ്ടി പറ്റും, റൈറ്റ്, റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ EQ എന്ന് പറയുന്ന സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, റൈറ്റ്. SQ സ്പിരിച്വൽ ക്വസ്റ്റ്യൻ എന്ന് പറയും. ഒരാളുടെ ദ എബിലിറ്റി ടു ഐഡൻറ്റിഫൈ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്, റൈറ്റ്, അത് പെർസെപ്ഷൻ ബേസ്ഡ് ആണ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഹാൻസ് ചെയ്യാൻ വേണ്ടി പറ്റും, റൈറ്റ്. അപ്പോൾ ഒരാളുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു സിവിൽ സർവൻ്റ് ആവാൻ വേണ്ടിയിട്ട് ദർ ഇസ് എ പോസിബിലിറ്റി, റൈറ്റ്, വിത്ത് പ്രോപ്പർ ട്രെയിനിങ് അവർക്ക് അതിലേക്ക് എത്താൻ വേണ്ടി പറ്റും. പക്ഷേ ഒരാൾ നമുക്ക് സയൻറ്റിസ്റ്റ് ആക്കാൻ വേണ്ടി പറ്റില്ല, റൈറ്റ്. കാരണം അവിടെയൊക്കെ കാരണം ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് പല ടൈപ്പ്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ട്. അതില്ലാത്ത ഒരാളെ പിടിച്ച് സയൻറ്റിസ്റ്റ് ആക്കാൻ കഴിയില്ല. പക്ഷെ IAS ആക്കാൻ കഴിയും.
വിത്ത് പ്രോപ്പർ ട്രെയിനിങ്, ബട്ട് ഉള്ളിലൊരു പാഷൻ വേണം. ഡെഫിനറ്റ്ലി ആ ആളുടെ ഉള്ളിൽ അതിൽ എത്തിച്ചേരണം എന്നുള്ളൊരു ഒരു അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ വിത്ത് പ്രോപ്പർ ഗൈഡൻസ് ആ ഗൈഡൻസിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ എക്സാമിന് ഡിമാൻഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ സാധാരണ നമ്മളിപ്പം ഫേസ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡൻസാണ് ഉണ്ടാവുക. ചിലപ്പം ഡോക്ടേഴ്സ് ഉണ്ടാവും, എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, ലോയേഴ്സ് ഉണ്ടാവും, CA കഴിഞ്ഞവരുണ്ടാവും, ജസ്റ്റ് ഒരു ബേസിക് ഡിഗ്രി, ഒരു കറസ്പോണ്ടൻസ് ഡിഗ്രി എടുത്ത ആൾക്കാരുണ്ടാവും, പല മേഖലയിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പം ഓരോ ആൾക്കാരെയും നമ്മൾ മൗൾഡ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ്. കാരണം ഇവിടെ ഈ ഒരു ചിലത് അവർക്ക് ആൾറെഡി സ്ട്രോങ് ഏരിയ ഉണ്ടാവും അല്ലേ? അതെ, സ്ട്രോങ് ഏരിയ ഉണ്ടാവും. പക്ഷെ എന്നാൽ കൂടെ തന്നെ എല്ലാവരും ഇവിടെ എല്ലാം പഠിച്ചിരിക്കണം, അതാണൊരു ഡിഫറൻസ് ഉള്ളത്. സോ ഈ രീതിയിലുള്ളൊരു ട്രെയിനിങ് നമുക്ക് ഇമ്പാർട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് അവരെ ഈ പറഞ്ഞ ഒരു സക്സസിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഈ എസ്പെഷ്യലി ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കാര്യമൊക്കെ നമുക്ക് കുറച്ചുകൂടി ചെറിയ പ്രായത്തിലാണെങ്കിൽ കുറേ എളുപ്പമായിരിക്കും അത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. നമുക്ക് പലപ്പോഴും കാണാറുണ്ട് 10th ഫെയിൽ ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു, കറസ്പോണ്ടൻസ് ഡിഗ്രി എടുത്തിട്ട് IAS നേടുന്നു അല്ലേ. കാരണം എസ്പെഷ്യലി വെൻ എ പേഴ്സൺ അണ്ടർഗോ ലോട്ട് ഓഫ് ക്രൈസിസ് ഇൻ ദിയർ ലൈഫ്, അത് ആക്ച്വലി അവരെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കാരണമാവും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഇപ്പം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്, 3 years ഇൻറ്റഗ്രേറ്റഡ് ഡിഗ്രി പ്ലസ് IAS പ്രോഗ്രാം. ഈ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് 3 വർഷം ഉള്ളൊരു ഇൻറ്റൻസീവ് പ്രോഗ്രാമാണ്. ഈ മനസ്സാദ്യം ഉറപ്പിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് നന്നാവും തോന്നുന്നു. അത് മനസ്സാദ്യം സിവിൽ സർവീസ് ആണ് ലക്ഷ്യമെന്ന് വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികൾക്ക് അത് കുറച്ചുകൂടെ ഉപകാരം. അതെന്നറിയാം, ഇപ്പം ഞാനൊക്കെ +2 കഴിയുന്ന സമയത്ത് എനിക്ക് അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ള ക്ലാരിറ്റി ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചും കൂടെ വിഷൻ ഉള്ളവരുണ്ട്, ഇല്ലാത്ത 2 കാറ്റഗറി എപ്പോഴും ഉണ്ടാകും. പക്ഷെ ഒരു വലിയ ശതമാനം ആൾക്കാർക്ക് ഞാൻ ഇന്നതായാൽ കൊള്ളാം എന്നുള്ള ഒരു മനസ്സ് ഉറപ്പിച്ച ആൾക്കാരുണ്ട്. ഇവിടെ നമുക്കൊരു കാൻഡിഡേറ്റിനെ വളരെ ചെറിയ പ്രായത്തിലേ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ പറഞ്ഞ EQ, ഈ പറഞ്ഞ SQ ഒക്കെ നമുക്ക് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. കുറച്ചുകൂടെ കഴിഞ്ഞാൽ അത് പിന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഓഫീസർ ലൈക്ക് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്, +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് 3 years ഇൻറ്റഗ്രേറ്റഡ് ഡിഗ്രി പ്ലസ് IAS പ്രോഗ്രാം. അതിൽ നമ്മൾ ഡിഗ്രിയോടൊപ്പം IAS അല്ല, ഈ IAS പ്രിപ്പറേഷനോടൊപ്പം ഡിഗ്രിയും കൂടി ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അത് നമ്മൾ ഡിഗ്രി ജസ്റ്റ് പാസ് ആയാലും IAS എഴുതാൻ വേണ്ടി പറ്റും. പക്ഷെ അതേ സമയത്ത് തന്നെ ഇവർക്ക് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഹയർ സ്റ്റഡീസിന് പോകണമെങ്കിൽ ഹയർ സ്റ്റഡീസിനും പോവാം. ഈ കോഴ്സിന് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം ഒരു ഡിഗ്രി ലെവലിലല്ല അവർ പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു സിവിൽ സർവീസ് ലെവലാണ് പ്രിപ്പയർ ചെയ്യുന്നത് +2 കഴിഞ്ഞ ഉടൻ തന്നെ. അപ്പം ഈ സെക്കൻഡ് ഇയേഴ്സ് ഒക്കെ ആവുന്ന സമയത്ത് തന്നെ ഇവർ മറ്റുള്ള പല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആയിട്ടുള്ള എഴുതാൻ തുടങ്ങും. എക്സാം ഈ +2 യോഗ്യത എഴുതാൻ പറ്റുന്ന ഒരുപാട് എക്സാംസ് ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിഗ്രി കഴിയുന്നതിന് മുന്നേ തന്നെ അവർക്ക് ഒരു കുറച്ച് ഗവൺമെൻറ് ജോബ്സ് 3-4 ഗവൺമെൻറ് ജോബ്സ് ഓൾറെഡി അവരുടെ കയ്യിലുണ്ടാവും. പക്ഷേ ഡിഗ്രി ഫൈനൽ എത്തി കഴിയുമ്പം ദേ ആർ നോ എലിജിബിൾ ടു റൈറ്റ് സിവിൽ സർവീസ് എക്സാമിനേഷൻ. വളരെ യങ് ഏജിൽ 21 years ആണ് ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള മിനിമം ഏജ് എന്ന് പറയുന്നത്. അങ്ങനത്തെ പ്രോഗ്രാംസ് ഉണ്ട്. ഞാൻ ഒരു ജനറലിസ്റ്റിക് ചോദ്യം ചോദിക്കണ്ടേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അൽക്കെമി IAS കണ്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നാണ് ഇങ്ങനെ റിസൾട്ട് ഉണ്ടാക്കുന്നത്. അതായത് പേഴ്സൻറ്റേജ് വൈസ് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1 of the ബെസ്റ്റ് റിസൾട്ട് ഇൻ ഇന്ത്യ എന്നൊക്കെ നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന ഒരു റിസൾട്ടാണ്. അതെന്താ വെച്ചാൽ ചില എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പറ്റി പറയാറുണ്ട്, 10,000 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, അതിന് 10 പേർക്ക് റിസൾട്ട് കിട്ടിയതിനെ പറ്റി പറയും. അങ്ങനെയല്ല, ഇത് നമ്മളൊരു ലൈക്ക് കുറച്ച് കുട്ടികളെ പഠിപ്പിച്ച് അതിൽ നിന്ന് തന്നെ നല്ല ക്വാളിറ്റി ഉള്ളവരെ പുറത്തിറക്കുന്നത്. അപ്പോൾ മലബാറിൽ ശരിക്കും നമുക്ക് റിസൾട്ട് ഇനിയും ബെറ്റർ ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണെങ്കിൽ എന്ന് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇവിടെ വലിയൊരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ആൾക്കാർക്ക് അവയർനെസ് കുറവാണ് ഈ സിവിൽ സർവീസിനെ കുറിച്ചിട്ട്. കാരണം കൂടുതൽ പേരും ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ എന്നുള്ളതാണ് അവരുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി, അല്ലെങ്കിൽ പുറത്ത് സ്റ്റഡി അബ്രോഡ് എന്നൊക്കെ ഉള്ളത്. ഈ സിവിൽ സർവീസ് എന്നുള്ളത് പലർക്കും അറിയില്ല, ഇതിൻ്റെ ഒരു അവയർനെസ്സോ ഈ എല്ലാവർക്കും അറിയാം, IAS എല്ലാവർക്കും അറിയാം. പിന്നെ ചിലർ വിചാരിക്കുന്നത് ഒരു പഴയ ട്രഡീഷണൽ തിങ്കിങ് ഉണ്ട്, അതായത് ഇതിന് ഡൽഹി പോകണം IAS കിട്ടാൻ എന്നുള്ള ഒരു തോട്ട് ഉണ്ട്. പക്ഷെ നമ്മളെ നാട്ടിൽ നിന്ന് ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഞാൻ അതാ തങ്ങളുടെ ഒരു കേസ് സ്റ്റഡി ആയിട്ട് ഉദ്ദേശിക്കുന്നില്ല. അല്ല, നമ്മളിപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫാക്കൽറ്റീസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്, ഡൽഹിയിൽ നിന്ന് ഹൈദരാബാദ്. അതല്ലേ ഹീറോസ്, അതായത് നമ്മൾ ഡൽഹിക്ക് പോകണ്ട, ഡൽഹിക്കാർ ഇവിടെ വരും. അതെ, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, കാരണം അവിടെ വി ഗെറ്റ് വെരി ഗുഡ് ഫാക്കൽറ്റീസ് ദിയർ. ഒരുപാട് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് അവിടെ കൂടുതലും അവൈലബിൾ ആണ്. കാരണം ഈ ഒരു എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഒരാൾക്ക് ഇപ്പം ഒരു സബ്ജക്റ്റ് ഒരു ജോഗ്രഫി പഠിപ്പിക്കുകയാണെങ്കിൽ ആ പഠിപ്പിക്കുന്ന ആൾക്ക് ജോഗ്രഫി മാത്രം അറിഞ്ഞാൽ പോരാ, ആ ആൾക്ക് എന്താണ് ഹിസ്റ്ററി എന്നും എന്താണ് പൊളിറ്റി എന്നും എന്താണ് എക്കോണമി എന്നും അറിഞ്ഞിരുന്നാലേ ഉള്ളൂ
ഈ സബ്ജക്റ്റ് കണക്ട് ചെയ്ത് പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ പറ്റും. റൈറ്റ്. അപ്പോൾ നമുക്കൊരു കോളേജിലുള്ള ഒരു പ്രൊഫസറെ കൊണ്ടുവന്നിട്ട് ഈ ഹിസ്റ്ററി ജോഗ്രഫി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നല്ല കോളേജ് പ്രൊഫസർ ആയിരിക്കും, പക്ഷേ സിവിൽ സർവീസസിന് ഉപകാരം ഉണ്ടാവില്ല. ഇല്ല, കാരണം അവിടെ നമുക്ക് ഈ പഠിപ്പിക്കുന്ന ആൾക്കും ഈ പറഞ്ഞ എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും അറിവുണ്ടായിരിക്കണം. എന്നാൽ ഇത് കണക്ട് ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടി. പിന്നെ എൻ്റെ ഒരു വ്യൂ പറയട്ടെ, ഇപ്പോൾ ഡൽഹിയിൽ പോകുമ്പോൾ ഉള്ളൊരു പ്രൈമറി പ്രോബ്ലം എന്താ വെച്ചാൽ ഡൽഹിയിലെ ഹാർഷ് ക്ലൈമറ്റിനും കൂടെ നമ്മൾ റെഡി ആയിരിക്കണം. ഡൽഹിയിൽ തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പാണ്, ചൂടാണെങ്കിൽ ഭയങ്കര ചൂടാണ്. ഒന്നുകിൽ അതിന് പറ്റുന്ന ഒരു താമസ സൗകര്യമൊക്കെ നമുക്ക് എടുക്കാൻ പറ്റണം. സ്റ്റിൽ തീർച്ചയായും ഭയങ്കര കോംപ്ലക്സ് ആണ് ആ ഒരു ജീവിതം. പക്ഷേ നമ്മളൊരു മോഡറേറ്റ് ക്ലൈമറ്റ് പരിചയിച്ചിട്ടുള്ള മലയാളികൾക്ക് ഒരു പക്ഷേ അത് തന്നെ ഒരു പരീക്ഷയായിട്ട് മാറും. ലൈക്ക് ആ ജീവിതം തന്നെ ഒരു പരീക്ഷയായിട്ട് മാറും. നമ്മളിപ്പോൾ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഡൽഹിയിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു ക്ലാസ്സിൽ ഏകദേശം 400 സ്റ്റുഡൻസ് ഒക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അവരുടെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനുള്ളൊരു പോസിബിലിറ്റി ഒക്കെ അവിടെ കുറവാണ്. ബട്ട് സ്റ്റിൽ ഒരുപാട് ക്രൗഡ് അവിടെ വരുന്നത് കൊണ്ട് തന്നെ അവിടെ നമ്പർ ഓഫ് റിസൾട്ട്സ് എന്ത് ചെയ്യും, കൂടുതലായി ക്രൗഡ് കൂടുന്നതുകൊണ്ടാണ്, അല്ലാണ്ട് നോട്ട് ലൈക്ക് ക്വാളിറ്റി കൂടിയോണ്ട് തന്നെ ആവണമെന്നില്ല. ട്രെയിനിങ്ങിൻ്റെ ക്വാളിറ്റി കൂടിയത് കൊണ്ടാവണമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഡൽഹിയിൽ നിന്ന് ആക്ച്വലി കുട്ടികൾ ഇവിടെ കോഴിക്കോട് വന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ കാരണം അവിടെ ഉള്ളതിനേക്കാൾ ഓൾമോസ്റ്റ് 50% ഫീ കുറവാണ്. പിന്നെ ആ ഡൽഹിയിൽ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് ഇവിടെ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ലിമിറ്റഡ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻസ് കൊടുക്കാൻ വേണ്ടി പറ്റും. അവരുടെ റൈറ്റിംഗ് പ്രാക്ടീസ്, അവരിപ്പം എഴുതിയ ആൻസേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുക, അവർക്ക് മെൻറ്റർഷിപ്പ്. കാരണം ഇവിടെ നമ്മളിപ്പം മറ്റുള്ള കോഴ്സുകളിൽ ഇപ്പം എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ വരുന്നവരെല്ലാവരും സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്, അല്ലേ, +2 സയൻസ് കഴിഞ്ഞവരാണ്. അപ്പം നമുക്ക് അവർക്ക് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ടാവും, ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവരുണ്ടാവും, അല്ലെ ആർട്സ് ബാക്ക്ഗ്രൗണ്ട്. ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റുട്ടീൻ. അത് മാത്രമല്ല പിന്നെ ഓരോ ആൾക്കാരുടെയും ഇൻ്റലക്ച്വൽ കേപ്പബിലിറ്റി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അവരെ മോൾഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ അവരെ നമുക്ക് ഈ പറഞ്ഞ ലാസ്റ്റ് സ്റ്റേജ് വരെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ആ രീതിയിലുള്ളൊരു ട്രെയിനിങ് ഷെഡ്യൂളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ IAS പരീക്ഷ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു ബാലികേറാമലയായിട്ടോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കാരണം എൻ്റർ ചെയ്യാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മൾ ഈ വീഡിയോയിൽ ത്രൂ ഔട്ടായിട്ട് ഈ പരീക്ഷയുടെ സ്ട്രക്ചറും അതിൻ്റെ ഒരു ടഫ്നെസ്സും ചോദ്യങ്ങളുടെ രീതിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനിയും ഈ മേഖലയിലേക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഒരു റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഈ പരീക്ഷ എങ്ങനെയാണ്, നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഇപ്പോൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല. മര്യാദയ്ക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് ഇത് നേടിയെടുക്കാൻ പറ്റുന്നതന്നെ ഉള്ളൂ എന്നുള്ളൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങോ കാര്യങ്ങളോ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇവിടെ നിന്ന് നാട് വിട്ടതുകൊണ്ട് മാത്രം കഴിച്ചിലാവണമെന്നില്ല. നല്ല സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട്. നല്ല സ്ട്രാറ്റജി ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ മേഖല എത്തിപ്പിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ട് ഇതിനോട് നല്ല ഇൻട്രസ്റ്റ് ഉള്ളവരാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല തീരുമാനങ്ങൾ ലൈഫിൽ എടുക്കുക.